എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക്, രോഹിണി നക്ഷത്രം അല്ലെ, രോഹിണി നക്ഷത്രക്കാരുടെ കഴിവുകൾ പറഞ്ഞാലും തീരത്തില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് ശത്രുദോഷം ഏൽക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ്. അവർക്ക് എത്ര വലിയ ശത്രുക്കൾ ഉണ്ടായാലും രോഹിണി നക്ഷത്രക്കാർക്ക് ആ ദോഷങ്ങൾ അവരെ ബാധിക്കില്ല. ശത്രുദോഷം ബാധിക്കില്ല, ആഭിചാര ദോഷം ബാധിക്കില്ല, കണ്ണീര്, നാഭദോഷം, അങ്ങനെ ഓരോ രീതിയിലും ഈ രോഹിണി നക്ഷത്രക്കാർ ഈ ദോഷങ്ങൾ ബാധിക്കാൻ പോകുന്നില്ല. അത് നമുക്ക് സ്വന്തമായി നമുക്ക് ക്ഷേത്രത്തിൽ പോയി തന്നെ ചെയ്യാൻ പറ്റും. ജോലി കളഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ഭക്തജനങ്ങളും ചെയ്യേണ്ട. ജോലിക്ക് പോകുന്ന രോഹിണി നക്ഷത്രക്കാര് ഞായറാഴ്ച ദിവസം വഴിപാട് ചെയ്താൽ മതി. നമ്മൾ ജോലിക്ക് പോകാതെ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും പൈസ നമുക്ക് നഷ്ടം വരും. പിന്നെ ലീവൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ പറയുന്ന കാര്യം ദേവി ക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്നപ്പോൾ അവിടുത്തെ തിരുമേനിയോട് ചോദിക്കുക, ഈ പറയുന്ന കാര്യം ചെയ്യാവോ എന്നൊന്ന് ചോദിക്കുക. അവിടെ നിത്യം ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്കത് ചെയ്യാം. അപ്പോ രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ പുരുഷനായാലും സ്ത്രീ ആയാലും വശ്യമുള്ളതാണ്. അതായത് വശ്യമുള്ള ഒരു നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാർ. ഈ രോഹിണി നക്ഷത്രക്കാർ ജസ്റ്റ് എവിടെങ്കിലും പോകുമ്പോഴത്തേക്ക് മറ്റുള്ള നക്ഷത്രക്കാർ ഈ രോഹിണി നക്ഷത്രക്കാരെ തന്നെ നോക്കി നിൽക്കും അല്ലെ. പുള്ളിക്കാരി ഭയങ്കര സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരിയാന്ന് പറയും. കാരണം അത്ര വശ്യമുണ്ട് അവരുടെ മുഖത്തും കണ്ണുകൾക്ക്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ദൃഷ്ടിദോഷം ഏൽക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒന്ന് ഒരുങ്ങിയൊക്കെ പുറത്തു പോകുമ്പം വീട്ടിൽ വരുമ്പോൾ തലവേദന, ജോലിക്ക് പോകാൻ പറ്റത്തില്ല, ഭയങ്കര ക്ഷീണം, അതായത് പറയാൻ കണ്ണുദോഷം, നാഭദോഷം, അവർക്ക് ശത്രുദോഷങ്ങൾ ഉണ്ടാകുന്നു. അപ്പം അവരെ ഒരു രീതിയിലും എന്താ പറയാ, തൊഴിൽപരമായ ശത്രുദോഷങ്ങൾ ഉണ്ടാകുന്നത്. ജോലി സ്ഥലത്ത് കമ്പനിയിൽ പല പല ആൾക്കാർ പാര വെക്കുന്നത്. ഇപ്പൊ സർക്കാർ ജോലികളുള്ളവർ ട്രാൻസ്ഫർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രമോഷൻ ആകുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പോഴും വഴക്ക്. അപ്പം അങ്ങനെ രോഹിണി നക്ഷത്രക്കാർക്ക് ശത്രുപരമായ ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ചെറുനാരങ്ങ എടുക്കുക. ഈ ചെറുനാരങ്ങ എടുത്തിട്ട് ഒന്നോ ഇല്ലെങ്കിൽ മൂന്നോ ഏഴാകാം, അത് നമ്മുടെ ദോഷം അനുസരിച്ച്. അതായത് രോഹിണി നക്ഷത്രക്കാർ ഈ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് നമ്മളെ ജസ്റ്റ് ഒന്ന് നെറ്റിയിൽ വെക്കുക. നെറ്റി വെച്ചിട്ട് ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട്, അതായത് ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് നെറ്റി വെച്ചിട്ട് ഒരു 3 തവണ തലയ്ക്കൊഴിയുക. 3 തവണ, അതായത് മൂന്നാമത്തെ തവണ പാദം വരെ ഒന്ന് ഒഴിയുക. ഒഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇതൊന്ന് തിരിച്ചു വെച്ചൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് പിഴിയണം. ഈ നാരങ്ങ പിഴിയുമ്പോഴേ ചിലവർക്ക് ഈ ഇതിന്റെ അടിഭാഗം പൊട്ടിപ്പോകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു 2-3 നാരങ്ങയും കൂടെ എക്സ്ട്രാ എടുത്തേക്കണം. ചിലവർ വിചാരിക്കും ദോഷം ഉള്ളതുകൊണ്ടായിരിക്കും. കാരണം ഇത് കണ്ട, ഈ ഒരു ഊട്ടയിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാം. എണ്ണ ഒഴിക്കുമ്പോഴത്തേക്ക് ചില നാരങ്ങ ചോരും, മനസ്സിലായ? ചിലത് ഈ സൈഡൊക്കെ ഒന്ന് കീറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാല് നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങള്, ദൃഷ്ടിദോഷങ്ങള്, കണ്ണ് ദോഷങ്ങള്, നാഭദോഷങ്ങള് മാറാൻ വേണ്ടി രോഹിണി നക്ഷത്രക്കാര് അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് നാരങ്ങ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. ഒന്നെങ്കിൽ ഒരു നാരങ്ങ കത്തിക്കാം, ഇല്ലെങ്കിൽ 3 നാരങ്ങ, ഇല്ലെങ്കിൽ 7 നാരങ്ങ മേടിച്ച് നമുക്ക് കത്തിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മളെ രോഹിണി നക്ഷത്രക്കാരെ ബാധിച്ചിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള ശത്രുദോഷങ്ങൾ, അതായത് അവർക്കെതിരെ ആരെങ്കിലും ആഭിചാരങ്ങൾ ചെയ്തോ, ഇല്ലെങ്കിൽ കണ്ണുദോഷം, നാവുദോഷം, ദൃഷ്ടിദോഷം, അതായത് ശത്രുപരമായ എല്ലാ ദോഷങ്ങളും, ശരീരത്തെ നെഗറ്റീവ് മാറി പോസിറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ പ്രാർത്ഥന പോലെ ഇരിക്കും. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു അത് ദേവി നല്ല രീതിയിൽ, നല്ല കാര്യങ്ങളാണെങ്കിൽ ദേവി നമുക്ക് നടത്തിത്തരും. ഇല്ലെങ്കിൽ എനിക്കൊരു ശത്രു ഉണ്ട്, അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല, അവൻ എന്താ പറയുക, അവൻ ഒരിക്കലും നശിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി ഇത് ചെയ്യരുത്. ഇത് നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങളൊക്കെ മാറും. ഇപ്പം ചിലവർക്ക് വിവാഹ തടസ്സമായിരിക്കും, രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിലില് പല ആൾക്കാർ പാര വെക്കുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, അത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. വീടിന്റെ പരിസരത്ത് പരിസരവാസികൾ ശത്രുതാഭാവം, അതേപോലെ തന്നെ ബന്ധുമിത്രാദികൾ, ചിരിച്ചോണ്ടിരിക്കുന്ന ബന്ധുക്കളായിരിക്കും പല വീട്ടിലും കലഹങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ശത്രുക്കൾ രോഹിണി നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അതേപോലെ തന്നെ അയലോക്കക്കാരി, അതേപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ശത്രുദോഷങ്ങളും മാറാൻ വേണ്ടി ഈ ഒരു ചെറുനാരങ്ങ നമ്മുടെ ദൃഷ്ടിക്ക് വെച്ച് തിരിച്ചു വെച്ച് വിളക്ക് വെച്ച് ദേവീ ക്ഷേത്രത്തിൽ കത്തിക്കുക. അപ്പോൾ ഇതിനകത്ത് നെയ്യാണ് ഒഴിക്കേണ്ടത്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് ഒരു തിരി 2ആയിട്ട് മടക്കുക. എന്നിട്ട് ദേവി കിഴക്കോട്ട് ഇരിക്കുവാണെങ്കിൽ നാരങ്ങ കത്തിച്ചു വെക്കുന്നത് പടിഞ്ഞാട്ടാകണം. അപ്പൊ ഈ നാരങ്ങക്കകത്ത് 1 രൂപ നാണയം വെക്കുക. ഈ നാരങ്ങ ഒരു ഇലക്കകത്ത് വെച്ചിട്ട് ചെത്തിപ്പൂവോ ചെമ്പരത്തിപ്പൂവോ ഇടുക. അപ്പൊ ഇത് രോഹിണി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. ചില ദേവീ ക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് കത്തിക്കാറില്ല. അത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒന്ന് ചോദിച്ചേക്കണം. ഇവിടെ നാരങ്ങ വിളക്ക് കത്തിയ കഴിവതും ഈ ഒരു കാര്യം വൈകുന്നേരങ്ങളിലോ അത്താഴ പൂജയ്ക്കോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. രാവിലത്തെക്കാട്ടിയും കൂടുതൽ, അല്ലെങ്കിൽ ദീപാരാധന സമയത്ത്, ഇല്ലെങ്കിൽ അത്താഴ പൂജ എന്താ പറയുക,
ആ ഒരു സമയത്ത് ഏറ്റവും നല്ലത് അത്താഴ പൂജ സമയത്താണ്. ഭദ്രകാളി ഭാവത്തിൽ അത്താഴ പൂജ കണ്ടു തൊഴുത് നമ്മൾ ആ ദേവിയുടെ നട അടയ്ക്കുന്ന സമയത്ത്, നട തുറക്കുന്ന സമയത്ത് നമ്മൾ ഈ നാരങ്ങ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. അഥവാ വൈകിട്ട് പോകാത്ത രോഹിണി നക്ഷത്രക്കാർ രാവിലെ പോയി ഇത് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ഇത് രോഹിണി നക്ഷത്രക്കാർ ഇത് പ്രാർത്ഥന പോലെ ഇരിക്കും. ഈ ഒരു കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഒരിക്കലും ശത്രുദോഷം ഉണ്ടാകില്ല. അവരുടെ ദൃഷ്ടിദോഷങ്ങൾ, കണ്ണുദോഷങ്ങൾ, നാഭദോഷങ്ങളൊക്കെ മാറിപ്പോകുന്നതായിരിക്കും. ഒന്നും കൂടെ ഞാൻ പറയുന്നത്, ഒരു ചെറുനാരങ്ങ എടുത്തും നമ്മൾ ഈ തലയ്ക്ക് ഒഴിഞ്ഞെങ്കിൽ മാത്രമേ അതിന് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക. അപ്പം നാരങ്ങ കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് വശവും എന്താ പറയുക, കീറാതെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നെയ്യ് ഒഴിക്കുക, ചെറിയ തിരി ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക, ഒന്നുകിൽ ഒരു ലൈറ്റർ കൊണ്ടോ കത്തിക്കുക, ഇല്ലെങ്കിൽ അമ്പലത്തിന്റെ അവിടെ തന്നെ വിളക്കുണ്ടെങ്കിൽ അവർത്തിന്ന് തന്നെ കൊണ്ടോ കത്തിക്കുക. 1 രൂപ തലയ്ക്കൊഴിഞ്ഞ് നാരങ്ങ വിളക്കിന്റെ അതിനകത്ത് വെക്കുക. ഒപ്പം തന്നെ അതിന്റെ അലങ്കരിക്കാൻ വേണ്ടി ചെത്തിപ്പൂവോ ചെമ്പരത്തിപ്പൂവോ ഇടുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാ വിധത്തിലുള്ള ശത്രുദോഷങ്ങൾ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഉള്ള ശത്രുദോഷം മാറി ആരാണോ നമുക്ക് ചെയ്തത് അത് അവർക്ക് തന്നെ തിരിച്ച് കിട്ടുകയും ചെയ്യും. അതായത് രോഹിണി നക്ഷത്രക്കാർ നശിക്കാൻ വേണ്ടി ഏത് നക്ഷത്രത്തിലുള്ളവരോ ബന്ധുക്കാരോ പരിസരവാസികളോ അതോ കൂട്ടുകാരോ നമുക്കറിയാമല്ലോ ആരോ ഇത് ചെയ്യുന്നത്, ഇത് അവർക്ക് തന്നെ തിരിച്ചടി കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ നല്ലത് മാത്രം പ്രാർത്ഥിക്കുക. രോഹിണി നക്ഷത്രം എന്നെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം മാറുക, തൊഴിൽ തടസ്സം മാറുക, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ മാറുക, ജാതകത്തിലെ ഭാഗ്യങ്ങൾ തെളിയുക. അങ്ങനെ പ്രാർത്ഥിച്ച് കത്തിക്കുകയാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ 7 ആഴ്ച ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ നോക്കുക. കൂടുതൽ അറിയാൻ വേണ്ടി രോഹിണി നക്ഷത്രക്കാർ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. അപ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിൽ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ നോക്കി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു രോഹിണി നക്ഷത്രക്കാരും പരിഭവമായി എന്താ പറയുക പേടിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഒറ്റ ചെറുനാരങ്ങ മതി, രോഹിണി നക്ഷത്രക്കാർ രക്ഷപ്പെടാം. ശത്രുദോഷം അവർക്ക് ഉണ്ടാകില്ല. അത് 100% ഞാൻ ഗ്യാരണ്ടി പറയുന്നത്. നാരങ്ങ ശരിക്കും പറഞ്ഞാൽ ഒരു ആസിഡിക് പവറാണ് അല്ലെ. നാരങ്ങ കൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ പുതിയൊരു വാഹനം മേടിക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ നെഗറ്റീവ് കളയാൻ വേണ്ടിയാണ് നാരങ്ങ വീടിന്റെ 4 ഇതിൽ വെക്കും. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ വ്യക്തികളുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറി പോസിറ്റീവ് ആകാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശത്രുദോഷത്തിന് വളരെയധികം ഉത്തമം. അതായത് കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയാണ് എണ്ണ ഉപയോഗിക്കരുത്, നെയ്യ് ഉപയോഗിച്ച് തന്നെ ഇത് കത്തിക്കുമ്പം, ദേവിയുടെ മുന്നിൽ കത്തിക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ എരിഞ്ഞ് മാറി നമുക്ക് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ദേവി ഭദ്രകാളി അമ്മ തരുന്നതായിരിക്കും. അപ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈ ഒരു ചെറുനാരങ്ങ കൊണ്ട് ശത്രുദോഷങ്ങളെല്ലാം മാറി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഭദ്രകാളി അമ്മ നടത്തിത്തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.